ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ ടൈം. പൊട്ടുകടല അല്ലെങ്കിൽ പൊരിക്കടല എന്നറിയപ്പെടുന്ന കടല ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ സാധാരണ അതുകൊണ്ട് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ ഒരു സ്വീറ്റ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കുക. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യമേ തന്നെ ഒരു 1.5 കപ്പ് പൊട്ടുകടല ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് പൗഡർ പോലെ പൊടിച്ചെടുത്തിട്ട് വരിക. ഇനി നമുക്കൊരു വലിയ പാൻ എടുക്കാം കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളത് നമുക്ക് ഇളക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊട്ടുകടലയുടെ പൗഡർ നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലോ ടു മീഡിയം ആ ഒരു ഫ്ലെയിമിൽ വേണം ഗ്യാസ് വെക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ മീഡിയം വരെ ആകാവും, അതിലേക്ക് കൂട്ടി വെക്കാൻ പാടില്ല. ഇതേപോലെ നമുക്കൊരു 5-6 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും. പിന്നെ മാത്രമല്ല ഈ പൊട്ടുകടല നന്നായിട്ടൊന്ന് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഏകദേശം ആയിട്ടുണ്ടെന്ന് കേട്ടോ. കളറൊന്ന് ചേഞ്ച് ആവുകയും ചെയ്യും. മീഡിയത്തിന് മുകളിലോട്ട് ഫ്ലെയിം വെക്കാനേ പാടില്ല, കാരണം ഇത് പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി നല്ലൊരു സ്മെല്ലാവുന്ന വരെ ഒരു 5-6 മിനിറ്റ് മതിയാവും. ആ ഒരു ടൈമിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വേറെ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒരു 3 ഇൻഗ്രീഡിയൻസിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആദ്യമേ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കുക. അപ്പോൾ ഇതിൽ കുറേ കട്ടയൊക്കെ വരും, അത് കുഴപ്പമില്ല. നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കട്ടയൊക്കെ നന്നായിട്ട് വീണ്ടും അങ്ങ് പൊടിഞ്ഞ് കിട്ടിക്കോളും. ആദ്യമേ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും അത് ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഫ്ലെയിം നമ്മൾ കൂട്ടി വെക്കാനേ പാടില്ല കേട്ടോ. കാര്യം പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാര്യം അതിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റേ അങ്ങ് മാറിപ്പോവും. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ടിങ്ങനെ വറുത്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 6 ഏലക്ക പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ വീണ്ടും അതെല്ലാം ചേരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിന് ഞാനൊരു 1/2 കപ്പ് ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അരിച്ച് നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് ശർക്കരയാണ് ഞാൻ ഇതിന് എടുത്തിരിക്കുന്നത്. അത് ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. കാര്യം ഇത് ചിലപ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതേപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇത് ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു രീതിയിലാണ് നമ്മളിത് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ നെയ്യ് 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ്ട് ഇതേപോലെ പാനിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് വരും. നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതങ്ങ് റെഡിയായി കിട്ടും. കാര്യം നമ്മൾ ഓൾറെഡി പൗഡറൊക്കെ ഇതിൻ്റെ പൊട്ടുകടലയുടെ പൗഡർ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പാനിയും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് സെറ്റായി കിട്ടും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതേപോലെ അതൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. എൻ്റെ കയ്യിൽ ഇതേപോലെയുള്ള അച്ചുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ലഡു ഒക്കെ ഉണ്ടല്ലോ, അതേപോലെ ബോൾസ് ആക്കാം. ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. അച്ച് ഇതേപോലെയുള്ള അച്ചുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. കുട്ടികളെയൊക്കെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ ഈ രീതി ഉപയോഗിച്ചാൽ അവർക്ക് പെട്ടെന്ന് ഇഷ്ടമാവും. അതുകൊണ്ടാണ്. പിന്നെ നമുക്കിതിൻ്റെ മുകളിൽ കാഷ്നട്ടൊക്കെ ഉണ്ടെങ്കിൽ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ അടിപൊളിയായിരിക്കും. അപ്പോൾ പെട്ടെന്നാണല്ലേ, വെറും 3 ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ബാക്കി വന്ന മാവ് വീണ്ടും ഇതേപോലെ ഉരുട്ടിയിട്ട് നമുക്ക് അച്ച് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഉരുളകളാക്കിയോ എങ്ങനെ വേണേലും നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഈസി സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.